വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പൊതുഭരണം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് വിവരാവകാശ കമ്മീഷനെ കുറിച്ച്, അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോക്യുക്ത, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിട്ടുള്ള സിവിൽ സർവീസിനൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ലോക്പാൽ, ലോക്യുക്തൊക്കെ ടേംസുകളൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന CRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പൊതുഭരണം എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു സ്കൂൾ കുട്ടി ലൈബ്രറീനെ കുറിച്ചിട്ട് അറിയുന്നതിനായിട്ട് ഒരു അപേക്ഷ ചോദിച്ചേക്കാണ്. അപ്പോൾ വിവരങ്ങൾ അറിയുവാനുള്ള ഒരു അപേക്ഷ ചോദിച്ചേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറികൾ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നതാണ് അല്ലേ. സ്കൂളിൻ്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നാണ്. അതുപോലെ തന്നെ ലൈബ്രറി എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നുണ്ട്. സ്കൂളുകൾ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം അല്ലേ, കുറേ സ്ഥാപനങ്ങൾ. ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അത് നമുക്കൊരു പഠന സൗകര്യമാണ് ഒരുക്കുന്നത്. അതുപോലെ തന്നെ കുറേ സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ആ സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളിൽ ഏതൊക്കെയാണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസ് ചെയ്യുന്നത് ചികിത്സാ സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൃഷിഭവനാണെന്നുണ്ടെങ്കിലോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ ക്രമസമാധാനം പാലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് അല്ലേ. ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് നോക്കാം. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് ആരാ പറഞ്ഞത്? എൻ ഗ്ലാഡൻ പറഞ്ഞതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞ ആരാണ്? എൻ ഗ്ലാഡൻ ആണ് പറഞ്ഞത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണത്തെ വിശകലനം ചെയ്ത പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡന്റെ നിർവചനമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പൊതുഭരണം എന്ന് പറയുന്നത് അല്ലേ. ഗവൺമെൻറ് ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നിന്നും പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് ഗവൺമെൻറ് ഭരണമാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണെന്ന് മനസ്സിലായി. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് വെച്ചാൽ? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. അതായത് കുറേ നിയമങ്ങളും പരിപാടികളൊക്കെ നമുക്ക് നടപ്പിലാക്കുന്നതിനല്ലേ. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഭൗതിക സാഹചര്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യവിഭവമൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? പൊതുഭരണം എന്ന് പറയും. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും ഭരണ സംവിധാനം ആവശ്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും എന്താവശ്യമാണ്? ഭരണ സംവിധാനം ആവശ്യമാണ്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്ക് അനുസരിച്ച് പൊതുഭരണത്തിലെ വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുഭരണം എന്ന് പറയുന്നത് ആദ്യം മുതൽ
കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആദ്യമൊക്കെ രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്, രാജഭരണമായിരുന്നു. ആ ഒരു സമയത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രധാനം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. പൊതുഭരണ സംവിധാനത്തിലൂടെയാണ് കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഇവിടെ നമുക്കൊരു കൊളാഷ് നൽകിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം, 2020 എല്ലാവർക്കും പാർപ്പിടം എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഈ സേവനങ്ങളാണ് ഈ പറയുന്നതൊക്കെ അല്ലേ. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുവാനും ജനക്ഷേമം ഉറപ്പാക്കുവാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റുകൾ ഈ ഭരണത്തിലൂടെ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ജനക്ഷേമം ഉറപ്പാക്കുക. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ജനക്ഷേമം ഉറപ്പാക്കുവാനാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കുന്നുണ്ടോ? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. പൊതുഭരണത്തിൽ എന്താണ് ചെയ്യുന്നത്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. എന്തൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഗാന്ധിജിയുടെ വാക്കുകൾ എന്താണ് ഇവിടെ നൽകുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെയാണ് സഹായകമാകുന്നതെന്ന് സ്വയം ചോദിക്കുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. അതായത് ആദ്യം തന്നെ നമ്മളൊരു സംഭവം, നമ്മുടെ ഗവൺമെൻറ് ഒരു സംഭവം രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് അത് റെഡി ആവുക, പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് അത് സഹായകമാകണേ നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ നയങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടതെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണോ ചെയ്യുന്നതല്ല അല്ലേ? ഗാന്ധിജിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണ്? ഭരണത്തിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്? പാവപ്പെട്ടവർക്ക് അല്ലേ? പാവപ്പെട്ടവർക്കാണ് കൂടുതലായിട്ട് ലഭിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം അല്ലേ? താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതായത് എല്ലാവർക്കും തുല്യത ലഭിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് തീരെ നിവൃത്തിയില്ലാത്ത കുറേ പാവപ്പെട്ടവരും ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും കൂടിയും അത് കൂടുതലായിട്ട് ഭാഗമാകണം, അവർക്ക് കൂടുതൽ അത് സഹായകമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ എന്താണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം? ഇതിൻ്റെ പരിണിതഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അപ്പം പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത് എന്താണ്? ഗാന്ധിജിയുടെ ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ്. അതനുസരിച്ച് രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താ നോക്കാം. ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാർത്തകളിലുള്ളത്. അപ്പോൾ നമുക്ക് വാർത്തകൾ വായിച്ച് നോക്കാം. സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. നെൽകൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ സഹായം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു. നികുതി പിരിവിന് പ്രാദേശിക ക്യാമ്പുകൾ. അപ്പോൾ എന്താണ് പറയുന്നത്? ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളിലല്ലേ നമ്മൾ ഈ വാർത്താ കൊളാഷിൽ കണ്ടത്. ഈ സേവനങ്ങൾ ജനങ്ങൾക്കായിട്ട് ലഭ്യമാക്കുന്നത് ആരായിരിക്കണം? ഈ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് ഗവൺമെൻറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദരാണ് അല്ലേ, ഉദ്യോഗസ്ഥന്മാരാണ്.
പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിലാണെങ്കിലും പ്രാദേശികമായിട്ടാണെന്നുണ്ടെങ്കിലും കുറേ സ്ഥാപനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ പണിയെടുത്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിർവഹണം നടത്തുന്നത്. അതാണ് പറയുന്നത് ചലനാത്മകമാക്കുന്ന ആരാണ്, ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരിലൂടെയാണ്, ഉദ്യോഗസ്ഥരിലൂടെയാണ് എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ എന്താണ്, രാജ്യത്തിൻ്റെ എല്ലാ സേവനങ്ങളും, ഗവൺമെൻറ് എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും അതുപോലെ തന്നെ പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെയാണ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ ഈ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക ആരാണ് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പല സവിശേഷതകളുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് പല സവിശേഷതകളുണ്ട് കേട്ടോ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പഠിച്ചു വെക്കാം കേട്ടോ. ശ്രേണീപരമായ സംഘാടനം ഒന്നാമതാണ് പറയുന്നത്. എന്താണ്, ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘാടനം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണത്. ഇതിനെ ശ്രേണീപരമായ സംഘാടനം എന്നാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ ഏതൊരു ഭരണകാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. അവരെ കീഴിലായിട്ട് എന്തുണ്ടായിരിക്കും, കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. അതിനെ എന്താ പറയുക, ശ്രേണീപരമായ സംഘാടന രീതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കും. ഇനി യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിയമനം നടത്തുന്നത് അല്ലേ. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുവാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അതായത് ഏത് പാർട്ടിക്കാർ വരാണെന്നുണ്ടെങ്കിലും അവരെ അനുകൂലിച്ച് പ്രവർത്തിക്കുക, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എന്ത് പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ രാഷ്ട്രീയ കക്ഷിയോടൊരു അനുഭവം ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത്, അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ക്ലിയർ ആയല്ലോ. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്തുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള പ്രാരംഭ നടപടിയാണ്. നമുക്കറിയാമല്ലേ, ഓരോ നോട്ടിഫിക്കേഷൻസും ഓരോ തസ്തികയ്ക്കും ഉണ്ടാവാറുണ്ടല്ലേ, ഓരോ വിജ്ഞാപനം പുറപ്പെടുവിക്കാറുണ്ട് PSC. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KPSC ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കാറുണ്ട്. ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണല്ലേ ഇത്. തുടർന്ന് മത്സര പരീക്ഷയുടെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ആരാണ്, ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിലൂടെ, അതായത് മത്സര പരീക്ഷകളിലൂടെയും അഭിമുഖത്തിലൂടെയും
വിജയിച്ച് വരുന്ന ഉദ്യോഗസ്ഥരുകളെ ജോലി കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ആരുടെ ഭാഗമാണ്? ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്? സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അത് കേന്ദ്രത്തിലാണെന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്താണ്? സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇതിൽ അഖിലേന്ത്യാ സർവീസിന് എന്താണ് പേരിൽ തന്നെ അർത്ഥമുണ്ട്. എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നവരെയാണ് അഖിലേന്ത്യാ സർവീസിൽ എന്ന് പറയുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടും. ഇവർ എന്താണ്? കേന്ദ്ര സർവീസിൽ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ നിയമിക്കപ്പെടും. അതിന് എക്സാമ്പിളാണ് IAS-ഉം IPS-ഉം, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സർവീസും അതുപോലെ ഇന്ത്യൻ പോലീസ് സർവീസും. IAS-ഉം IPS-ഉം അഖിലേന്ത്യാ സർവീസാണ്. അതെന്ന് പറയുന്നത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന തലത്തിലോ കേന്ദ്ര സർവീസിലൊക്കെ നിയമിക്കപ്പെടുന്നവരാണ്. ഇനി കേന്ദ്ര സർവീസ് വെച്ചതാണ് കേന്ദ്രമല്ലേ, ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിൽ, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള മേഖലയാണ്. അപ്പോൾ അവിടേക്ക് തിരഞ്ഞെടുക്കുന്നവരാണ് ഈ കേന്ദ്ര സർവീസിലുള്ളവർ. ഇനി സംസ്ഥാന സർവീസ് വെച്ചതാണ് സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ എന്താണ്? സംസ്ഥാന സർവീസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഖിലേന്ത്യാ സർവീസ് എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നവരാണ്. കേന്ദ്ര സർവീസിലേക്കോ സംസ്ഥാന സർവീസിലേക്കോ നിയമിക്കപ്പെടുന്നവരാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, അതായത് IAS-ഉം IPS-ഉം ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അതുപോലെ കേന്ദ്ര സർവീസ് എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നവരാണ്. കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നവരാണ്. അതിന് എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇനി സംസ്ഥാന സർവീസ് എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കുന്നവരാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നവരാണ്. എക്സാമ്പിളാണ് സെയിൽസ് ടാക്സ് ഓഫീസർ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അല്ലേ, UPSC ആണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ് UPSC ആണ്. എന്നാൽ നമുക്കറിയാം സംസ്ഥാനങ്ങളിലാണെങ്കിലോ PSC ആണ്, അല്ലേ, PSC ആണ്. കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതിയാണ്. അതായത് UPSCയിലെ കമ്മീഷനെയും. അപ്പോൾ നമുക്കിവിടെ സ്ഥാപനങ്ങളാണ്ട് വരുന്നത്. UPSCയിലെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്ക് ഉണ്ട്. അപ്പോൾ രാഷ്ട്രപതിയാണ് അംഗങ്ങളെയും ചെയർമാനെയും UPSC അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നതെന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, നിങ്ങൾക്കും കളക്ടർ ആകാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലയിലെ ഉയർന്ന ഭരണാധികാരി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ജില്ലാ കളക്ടറാണ്. IAS കേഡറ്റിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുക. അതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടി നടത്തുന്ന പരീക്ഷ എന്ന് പറയുന്നത് കളക്ടറിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ എന്താണ്? സിവിൽ സർവീസ് പരീക്ഷയാണ്. ഏതെങ്കിലും വിഷയത്തിൽ സർവകലാശാല ബിരുദമാണ്, ഡിഗ്രിയാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽ പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ എന്താണ്? ഈ ഒരു പരീക്ഷയിലൂടെയാണ്, അല്ലേ, സിവിൽ സർവീസ് പരീക്ഷയിലൂടെയാണ്. സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞു, അതായത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ ആരാണ് ഇവിടുത്തെ PSC ചെയർമാനെയും? അപ്പോൾ നമ്മൾ PSCനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അല്ലേ. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ഗവർണറാണ്. മറ്റൊരുത്തം എന്താ പറയുന്നത്? നമ്മൾ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു, അല്ലേ. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ എന്ത് വിളിക്കാം? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ PSCയും UPSCയും എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനയിലൂടെ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുവാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുവാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഭയങ്കര സ്ലോ വരുന്ന കാരണം?
പ്രോസസ്സിനൊക്കെ ഭയങ്കര സ്ലോ വരുന്ന കാരണം കുറേ പരിപാടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഭരണ നവീകരണം. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണ നവീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതായത് എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതിനെയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് അതിലൊരു ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരമായിട്ടുള്ള കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്ന് പറയുന്നത് എന്താണ്? ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പരിഷ്കാരങ്ങൾ. ഇ ഗവേണൻസ് നമുക്കറിയാം. ഇ ഗവേണൻസ് എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ്. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണിതെന്ന് APJ അബ്ദുൽ കലാമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗവേണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം പറഞ്ഞു നമ്മൾ വായിച്ചല്ലോ അല്ലേ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അതായത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള അപേക്ഷ, അതൊക്കെ എന്താണ് ഈ ഗവേണൻസിന് ഉദാഹരണങ്ങൾ. അതായത് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യില്ല, അതിനെയാണെന്ന് പറയുന്നത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓൺലൈൻ സേവനങ്ങളൊക്കെ വരുന്നത് എന്താണ്? ഈ ഗവേണൻസ് വരുന്നവയാണ്. ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കിയേ. വിവിധ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് സേവനം നേടുവാനായിട്ട് പറ്റും അല്ലേ. സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭ്യമാക്കും. അതുപോലെ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു എക്സാമ്പിളാണ് ഈ അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളോട് ഉറപ്പുവരുത്തുന്നു. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാവുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് പറയുന്നത്? അറിയുവാനുള്ള അവകാശത്തെക്കുറിച്ച്, അതായത് വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അറിയുവാനുള്ള അവകാശം? റൈറ്റ് ടു ഇൻഫോർമേഷൻ. നമുക്കൊരു വിവരാവകാശ അപേക്ഷയ്ക്കുള്ള ഒരു മറുപടിയൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു പിക്ചറിൽ നോക്കാം അല്ലേ. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാനായിട്ട് പറ്റും. നമുക്ക് വിവരങ്ങൾ അറിയുവാനായിട്ട് പറ്റും. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ വിവരാവകാശ നിയമം വന്നതെന്നാണ് 2005. 2005 വിവരാവകാശ നിയമം വന്നത്. നമുക്ക് ഏത് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടും വിവരം അറിയുന്നതിനുള്ള ഒരു അവകാശത്തെയാണ് വിവരാവകാശ നിയമം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. രാജസ്ഥാനിലെ മസൂർ കിസാൻ ശക്തി സംഘാടന എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. ചോദിക്കാരൻ ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആരാണ്? മസൂർ കിസാൻ ശക്തി സംഘം അല്ലേ. മസൂർ കിസാൻ ശക്തി സംഘം എന്ന സംഘടനയാണ്. ഏത് സംഘടനയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. വിവരാവകാശ നിയമത്തിൻ്റെതായത് ഏത് സംഘടനയാണ്? മസൂർ കിസാൻ ശക്തി സംഘടനയാണ്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ
കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുവാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. അപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക അല്ലേ, ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതില്ലാതെ ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് വിവരങ്ങൾ ലഭിക്കുക അല്ലേ, പെട്ടെന്ന് വിവരങ്ങൾ ലഭിക്കുവാനായിട്ടും ഈ നിയമത്തിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്തിലും എന്തുണ്ട്? സംസ്ഥാന തലത്തിലുണ്ട്, കേന്ദ്രത്തിലുണ്ട് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. എത്ര പേരാണ് ഉണ്ടായിരിക്കുക? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. അതായത് 11 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 11 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണറും ബാക്കി 10 പേരാണെങ്കിലും ഉണ്ടായിരിക്കുക ഈ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കാം. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതയോ തൃപ്തികരമല്ലാത്തതായ മറുപടി തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അതായത് നമ്മൊരു വിവരത്തിന് വേണ്ടി അപ്ലൈ ചെയ്തോ, അവർ നൽകുന്ന വിവരം കറക്റ്റ് സമയത്ത് തന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് നൽകി, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അപൂർണമാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ വാങ്ങിക്കാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്തുവാൻ കമ്മീഷന് അധികാരമുണ്ട്. അതായത് 250 മുതൽ 25,000 വരെയാണ് ഈ ഉദ്യോഗസ്ഥർക്കുള്ള പിഴ എന്ന് പറയുന്നത്. ഒരു ദിവസം 250 മുതൽ നമുക്ക് പിഴ ഈടാക്കാം. ഇവർ നമുക്ക് നൽകുന്നത് തെറ്റായിട്ടുള്ള വിവരമാണ്, അല്ലെങ്കിൽ നമുക്ക് മറുപടി തന്നിട്ടില്ല, അങ്ങനെയൊക്കെ അവർക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്കെതിരെ നമുക്ക് എന്താ ചെയ്യാം? അപ്പീൽ നൽകാമെന്നാണ് പറയുന്നത്. ഇനി ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നല്ലേ. വിവരങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്, വിവരങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണെന്നല്ല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതുഅധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടുന്നവയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഈ പൊതുവിവരത്തിൽ പെടുന്നവയാണ്. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിവരങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്നതാണ് കേട്ടോ, നമുക്കറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഇതിലൊന്നും വിവരങ്ങൾ ഉൾപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വിവരങ്ങൾ ചോദിക്കാനായിട്ട് പാടില്ല. എന്തൊക്കെയാണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ ഈ വിവരങ്ങളിൽ ഉൾപ്പെടുന്നവയല്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശം അതേക്കുറിച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സേവന അവകാശമാണ്. എന്താണ് സേവന അവകാശം എന്ന് നോക്കാം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ബോർഡ് നൽകിയിട്ടുണ്ട് അല്ലേ, സേവന അവകാശ നിയമം. പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇത് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. അപ്പോൾ ഇതിലെന്തുണ്ട്? പിഴ നമുക്ക് ഈടാക്കാനായിട്ട് പറ്റും. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിന് നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിനും മറ്റു നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എന്താണ് സേവനാവകാശം എന്ന് വെച്ചാൽ? കറക്റ്റായിട്ട് സേവനങ്ങൾ കൃത്യമായിട്ട് ഉറപ്പാക്കാവുന്ന ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള അവസരം ഒരുക്കുന്നതാണ് ഈ സേവനാവകാശ നിയമം എന്ന് പറയുന്നത്.
എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്നൊക്കെ ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിഴ ഒടുക്കാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെയാണ് ലോക്പാൽ ലോകയുക്തയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതല്ലേ. ലോക്പാൽ ലോകയുക്ത അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ ലോക്പാലും ലോകയുക്ത എന്നൊക്കെ പറയുന്നത്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനാണ് ഈ ലോക്പാലും ലോകയുക്തയും രൂപം കൊണ്ടിട്ടുള്ളത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കുവാനും ലോക്പാലിന് അധികാരമുണ്ട്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കുവാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ളതാണ്. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ലോക്പാൽ ലോകയുക്തം എന്താണ്? ലോക്പാൽ എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള എന്താണ് ലോകായുക്തയാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും കോടതി നടപടികൾ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? കഴിഞ്ഞ LDC ഇക്കൊല്ലത്തിൽ അതിന് മുമ്പത്തെ LDCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ലോക്പാൽ ലോകയുക്തയും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ഉണ്ടായിരിക്കേണ്ട ഓപ്ഷനില്ല. അപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയിൽ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതും അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. കാരണമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ രൂപം കൊണ്ടുള്ളതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. ലോക്പാൽ എന്തായിരുന്നു? ലോക്പാൽ അഴിമതി തടയുന്ന രൂപം നൽകിയ സ്ഥാപനമാണ്. ദേശീയ തലത്തിൽ തന്നെ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ രൂപം നൽകിയ വേറൊരു സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണറാണ് ഉണ്ടായിരിക്കുക. എത്രയാണ്? ഒരു വിജിലൻസ് കമ്മീഷണറാണ് ഉണ്ടായിരിക്കുക. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എല്ലാ ഓഫീസുകളിലും ഒരു മുഖ്യ വിജിലൻസ് ഓഫീസർ ഉണ്ടായിരിക്കും. തലപ്പത്ത് ഒരാളാണ് ഉണ്ടായിരിക്കാം. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട് വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. വിജിലൻസ് കേസുകൾ തീർപ്പാക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അപ്പോൾ വിജിലൻസിൻ്റെ കേസുകൾ നടപ്പിലാക്കുന്നതിനായിട്ട് വിജിലൻസ് കോടതികളും ഇന്ന് നിലവിലുണ്ട്. ഇനി എന്താണ് ഓംബുഡ്സ്മാൻ എന്ന് വെച്ചാൽ എന്താണ്? ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയ അതിനെതിരെ പരാതി നൽകുവാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും അവർ അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ധന ദുർവിനിയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി നൽകുവാനായിട്ട് പറ്റും. അതിനുള്ള വേറൊരു സംവിധാനമാണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ആരാണ് ഓംബുഡ്സ്മാൻ? ആരാണ്? സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിനെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുവാനും നടപടി ശുപാർശ ചെയ്യുവാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപെടുകാരുടെ പരാതി കേൾക്കുവാനും പരിഹരിക്കാനുമായിട്ടാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. അപ്പോൾ കൂടുതലായിട്ട് ഇത് ആരംഭിച്ചത് എങ്ങനെയാണ്? ബാങ്ക് ഇടപാടുകൾ പരിഹരിക്കുന്നതിനായിട്ട് ഈ ഓംബുഡ്സ്മാനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് പറഞ്ഞു, ഭരണ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം പറഞ്ഞത്? ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം എന്തൊക്കെയാണ് പറഞ്ഞത്? അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും സംസ്ഥാന
സർവീസുമാണ്. ഇനി എന്താണ് ഭരണ നവീകരണത്തിൽ പറഞ്ഞത്? ഈ ഗവേണൻസ് ഉണ്ട്, അതായത് ഇലക്ട്രോണിക്, അതായത് നമുക്ക് ഈ അക്ഷയ പോലുള്ള സംഭവങ്ങളിൽ ഓൺലൈൻ സേവനങ്ങളാണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവനാവകാശം എന്നാണ്? സേവനം, നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുവാനുള്ള അവകാശത്തെയാണ് സേവനാവകാശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറിയുവാനുള്ള അവകാശത്തെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു. സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശത്തെ സേവനാവകാശം എന്ന് പറഞ്ഞു. അതുപോലെ ലോക്പാൽ, ലോകായുക്ത, കേന്ദ്ര വിജിലൻസ് കമ്മീഷനൊക്കെ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ടുള്ളതാണ്. ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നതും എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? നമ്മളെ ഹൈക്കോടതി ജഡ്ജി, വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഇതിനെ നിയമിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.